ഇപ്പോൾ പത്മകുമാറിനെയും കൊണ്ട് അന്വേഷണ സംഘം കൊല്ലത്തേക്ക് പോവുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ ആ വാഹന വ്യൂഹം കടവൂരിലേക്ക് തിരിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രതിഷേധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് മറ്റു വഴിയിലൂടെയൊക്കെ ആ വാഹന വ്യൂഹം സഞ്ചരിക്കുകയാണ്. ഇപ്പോഴത് കടവൂരിലേക്ക് തിരിഞ്ഞു. കല്ലുംതാഴത്ത് അവിടെ തിരിയുമെന്ന് കരുതി, അവിടെ തിരിഞ്ഞില്ല. അങ്ങനെ മറ്റേതോ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണോ എന്നറിയില്ല. എന്തായാലും വാഹന വ്യൂഹം ഈ മട്ടിൽ യാത്ര ചെയ്യുകയാണ്. സലീം മാലിക് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകും. സലീം, തുടർച്ചയായി നമ്മൾ കരുതാത്ത വഴിയിലൂടെ അന്വേഷണ സംഘം യാത്ര ചെയ്യുകയാണ്. അന്വേഷണത്തിന്റെ കാര്യത്തിലും അവരങ്ങനെ തന്നെയാണ്. ഇതാ ഇപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോഴും പരിചിതമല്ലാത്ത, ശീലമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുന്നു അന്വേഷണ സംഘം, അല്ലേ? വിജയകുമാർ, അതെ. അതായത് ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ സാധാരണഗതിയിൽ ഒരു കേസ് അന്വേഷണം എങ്ങനെ പോകുമോ, എങ്ങനെ ചിന്തിക്കുമോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കവും. അതിന് സമാനമായുള്ള നീക്കമാണ് ഇപ്പോൾ മൈലക്കാട് ഭാഗത്ത് മുതൽ നമ്മൾ കാണുന്നത്. മൈലക്കാട് നിന്ന് നേരെ കൊട്ടിയം വഴി ഇവിടേക്ക് വരുന്നതിന് പകരം ആ വാഹനം കണ്ണനല്ലൂരിലേക്ക് തിരിയുന്നു. കണ്ണനല്ലൂരിലേക്ക് തിരിഞ്ഞതിന് ശേഷം നേരെ അയത്തിൽ വഴി ബീച്ച് റോഡ് വഴി ഈ തേവള്ളിയിലേക്ക് പോകേണ്ടതാണ്. അതാണ് വളരെ എളുപ്പമുള്ള പാത. ആ റോഡിലേക്ക് തിരിയും എന്ന ഘട്ടത്തിലാണ് അയത്തിൽ നിന്ന് വാഹനം കല്ലുംതാഴം ഭാഗത്തേക്ക് തിരിഞ്ഞത്. കല്ലുംതാഴത്ത് നിന്ന് വാഹനം ഇടതുവശത്തേക്ക് പിടിച്ച് കല്ലുംതാഴം വഴി പോകും. പിന്നാലെ ഈ തേവള്ളിയിലേക്ക് എത്തും എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ റൂട്ട്. പക്ഷേ അവിടെയും തിരിയുന്നില്ല. ഇപ്പോൾ നേരെ വാഹനവ്യൂഹം കടവൂരിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും ട്വിസ്റ്റ് അന്വേഷണ സംഘം കാത്തുവെച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ് എന്നത് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ എന്തായാലും ഈ കൊല്ലത്ത് പല സ്ഥലങ്ങളിലും കനത്ത പോലീസ് സുരക്ഷ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വളരെ ചുറ്റി ഈ വാഹനം സഞ്ചരിക്കുന്നത്. വളരെ കിലോമീറ്ററുകൾ അധികം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നേരെ പോവുകയായിരുന്നുവെങ്കിൽ പള്ളിമുക്ക് വഴി ഈ തേവള്ളിയിലേക്ക് എത്തേണ്ട സമയമൊക്കെ പിന്നിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ ഇപ്പോൾ ഈ കൊല്ലം ബൈപ്പാസ് വഴി നേരെ ആ വാഹനം മുന്നിലേക്ക് പോവുകയാണ്. കൊല്ലം നഗരത്തിലേക്ക് ഇതുവരെയും കൊല്ലത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ വളരെ നേരത്തെ തന്നെ ആ ഹൃദയഭാഗത്തേക്ക് കടക്കാമായിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കവും അന്വേഷണ സംഘം നടത്തുന്നില്ല. പകരം ഈ വാഹനം വല്ലാതെ ചുറ്റിത്തിരിഞ്ഞാണ് പോകുന്നത്. ഇപ്പോൾ കടവൂർ ഭാഗത്തേക്ക് തന്നെയാണ് ആ വാഹനം പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം നിലവിൽ എ പത്മകുമാറിന് മാത്രമല്ല CPIM-നെയും വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുമ്പോൾ പോലും എ പത്മകുമാർ പതിവില്ലാത്ത വല്ലാത്തൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എ പത്മകുമാറിന്റെ ഈ ചോദ്യം ചെയ്യലിന് 3 തവണ നോട്ടീസ് നൽകിയപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലേക്കൊക്കെ നമ്മൾ പോയതാണ്. അപ്പോഴൊക്കെ പതിവില്ലാത്ത ആത്മവിശ്വാസം നടത്തുകയും ഒപ്പം തന്നെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയാണെന്നും തനിക്ക് ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ആത്മവിശ്വാസം അദ്ദേഹം നമ്മളോടൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇന്ന് 12 മണിയോടുകൂടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം എന്ന സൂചന പത്മകുമാറിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ 3 നോട്ടീസുകൾക്കൊടുവിൽ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് ഹാജരാകുന്നത്. അപ്പോഴും അറസ്റ്റ് ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു പത്മകുമാറിനുണ്ടായിരുന്നത്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് 5 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ആ വാഹനം കടവൂരിലേക്ക് തന്നെ തിരിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നേരത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ വാഹനം കടവൂർ ഭാഗത്തേക്ക് ഇപ്പോൾ തിരിയുന്നുണ്ട്. അതുവഴി കടവൂർ വഴി നേരെ തേവള്ളിയിലേക്ക് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കടവൂരിലേക്ക് വാഹനം തിരിയുകയാണ്. എന്തായാലും ഈ പത്മകുമാറിന്റെ ആത്മവിശ്വാസത്തെ വല്ലാത്തൊരു ആത്മവിശ്വാസത്തിന്റെ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതെങ്കിൽ ഇന്ന് അന്വേഷണ സംഘം വളരെ ചടുലമായ സലീം, എന്തായാലും നമുക്ക് അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ പത്മകുമാറിനെ ഹാജരാക്കുന്ന ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് തിരികെ വരാം. നേരത്തെ സലീം പറഞ്ഞതുപോലെ ഇന്ന് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് പത്മകുമാർ കരുതിയിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഹാജരായിരുന്നു, അപ്പോൾ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് കരുതിയിരിക്കാം അദ്ദേഹം. പക്ഷേ ഈ പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സാധാരണ പോകാത്ത വഴിയിലൂടെ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തിലും അങ്ങനെ അസാധാരണ വഴികളിലൂടെയൊക്കെയാണ് അന്വേഷണ സംഘം SIT സഞ്ചരിക്കുന്നത്. അത് പ്രതിയെ ഹാജരാക്കുമ്പോഴും അങ്ങനെ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.